അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. നമുക്ക് അഖീദയുടെ റിവിഷൻ പറഞ്ഞ് നമ്മൾ എവിടെ എത്തി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ വിഷയം വരെ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് ഹംസത്തു അമ്മുഹു അബ്ബാസുൻ കദാ അമ്മത്തുഹു സോഫിയ്യത്തുൻ ദാതു ഇഹ്തിദാ. അവിടെ നിന്നാണ് നമുക്ക് പറയാനുള്ളത്. ഹംസത്തു അമ്മുഹു അബ്ബാസുൻ കദാ. ഹംസ റളിയല്ലാഹു അൻഹു ആരാണ്? അമ്മുഹു നബിയുടെ എളാപ്പയാണ്. അബ്ബാസുൻ കദാ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആരാണ്? നബിയുടെ എളാപ്പ ലിൽ മൂത്താപ്പയാണ്. അമ്മത്തുഹു സോഫിയ്യത്തുൻ ദാതു ഇഹ്തിദാ. അമ്മ പറഞ്ഞാൽ എളാപ്പ, അമ്മത്ത് പറഞ്ഞാൽ എന്താണ്? ഉപ്പയുടെ സഹോദരി എന്ന് പറയുമ്പോൾ അമ്മായി. സഫിയ ആരാണ്? അമ്മായിയുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. ദാതു ഇഹ്തിദാ എന്ന് പറഞ്ഞാൽ തുടരപ്പെടാൻ പറ്റിയ ആളുകളാണ് എന്നർത്ഥം. ഇവരൊക്കെയാരാണ്? അബ്ബാസ് റളിയല്ലാഹു അൻഹും ഹംസ റളിയല്ലാഹു അൻഹും സഫിയ ബീവിയൊക്കെ തുടരപ്പെടാൻ അർഹതയുള്ള ആളുകളാണ് എന്നർത്ഥം. അപ്പോൾ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്ലിപ്പാര അബ്ദുൽ മുത്തലിബ് മകൻ അബ്ദുള്ളയുടെ സഹോദരനാണ് ആര്? ഹംസ റളിയല്ലാഹു അൻഹു. ആരാണ് ഹംസ റളിയല്ലാഹു അൻഹു? ഉഹുദിൽ ഷഹീദാവുകയും ഉഹുദിൽ തന്നെ മറവ് ചെയ്യുകയും ചെയ്തു. സയ്യിദ് ഷുഹദ എന്നറിയപ്പെട്ട സ്വഹാബിയാണ് ഹംസ റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹും ആര്? അബ്ദുള്ള എന്ന നബിയുടെ ഉപ്പയുടെ സഹോദരനാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഈ അബ്ദുള്ളയുടെ സഹോദരിയാണ് ആര്? സഫിയ നബിയുടെ അമ്മായി. ഓക്കെ. പിന്നെ സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ് ജിദ്ദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മത്തുഹു വബ്നഹ അസ്സുബൈർ ബിൻ അവ്വാം മഹദ്. ഈ സഫിയ ബീവിയുടെ മകനായ ആര്? സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു അശറത്തുൽ മുബശ്ശറിൽപ്പെട്ട ആളുകളാണ്. ആര്? സഫിയ ബീവി എന്താണ്? ദാത്തു ഇഹ്തിദാഇൻ എന്ന് പറഞ്ഞാൽ സാഹിബത്തു ഇത്തിബാഇ ലില്ലാഹി വ റസൂലിഹി. അവരൊക്കെ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും പിന്തുടരാൻ അർഹതയുള്ള ആളുകളായിരുന്നു എന്ന അർത്ഥത്തിലേക്ക്. പിന്നെ നമ്മുടെ ഈ പുസ്തകത്തിലില്ലാത്തൊരു നമ്മൾ പഠിച്ചൊരു 3-4 ബൈത്തുകളുണ്ട്, അതും കൂടി നോക്കണം. ഏത്? വസിത്തത്തുൻ തമാമു അശ്രിൻ ത്വൽഹ സുബൈറുനിൽ മിഫ്ളാലു ഹാദി റിബ്ഹ സഅദുൻ സഈദുൻ വബ്നു ഔഫിൻ ആമിറു ലിൽ ഹസനിൽ ഹുസൈനി ഫളിലുൻ ലാഹിറു എന്നുള്ള 2 വരികൾ കൂടി നമ്മളിതിലേക്ക് ചേർത്ത് വെക്കണം. അതിനു മുമ്പ് സിദ്ദീഖുനിൽ ഫാറൂഖ് ഉസ്മാനുൻ അലി അർബഅത്തുൻ തർതീബ് ഫളിലിഹിം ജലി എന്നുള്ളൊരു വരി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരാണ് അൽ ഫാറൂഖ്. പിന്നെ അതുപോലെ തന്നെ ഒന്നാമത്തെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അൽ ഫാറൂഖ് ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ അർബഅത്തുൻ, ഈ 4 ആളുകൾ തർതീബ് ഫളിലിഹിം, ഇവരുടെ ഫളിലിൻ്റെ ഒക്കെ ഓർഡർ അല്ലെങ്കിൽ അവരുടെ ഫളിലിനെ കുറിച്ചൊക്കെ ജലി, അതൊക്കെ വളരെ വ്യക്തമായിട്ടുണ്ട്. അപ്പം 4 ആളുകളെ പറഞ്ഞു. ഇനി അതിലേക്ക് ഒരു 6 ആളുകൾ കൂട്ടിച്ചേർക്കണം. സിത്തത്തുൻ, ഒരു 6 ആളുകൾ, തമാം ആശിരിൻ, 10 പൂർത്തിയാക്കുന്നതായ ഒരു 6 ആളുകൾ, ത്വൽഹ റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു എന്നുള്ളവർ. ഈ അൽ മിഫ്ലാൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് നന്മകളുള്ള, കസീറുൽ ഫളിൽ എന്നർത്ഥം, ഒരുപാട് നന്മകളുള്ള. ഹാദി റിബ്ഹ എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് ലാഭങ്ങൾ കരസ്ഥമാക്കിയ ആര്? സുബൈർ റളിയല്ലാഹു അൻഹു, ത്വൽഹ റളിയല്ലാഹു അൻഹു തുടങ്ങിയവരൊക്കെ. അതുപോലെ തന്നെ സഈദ് വബ്നു ഔഫ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ആമിർ റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ 10 പൂർത്തിയാക്കുന്ന 6 ആളുകൾ ഇവരൊക്കെയാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, പിന്നെ സഈദ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഔഫ്, ആമിർ. അപ്പം എന്തായി? 10 ആളുകളായി. അശറത്തുൽ മുബശ്ശിറിനെ കുറിച്ചും പറഞ്ഞു. പിന്നെ ലിൽ ഹസനിൽ ഹുസൈൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനുമുണ്ട് ഫളുൻ ലാഹിറു, വ്യക്തമായ മഹത്വങ്ങളുണ്ട്. അത് അശറത്തുൽ മുബശ്ശിറ, അതുപോലെ നബിയുടെ എളാപ്പ, നബിയുടെ പേരക്കുട്ടി, ആ വിഷയങ്ങളും എന്തായാലും മുക്കല്ലഫായ മനുഷ്യൻ അറിഞ്ഞിരിക്കണം. പിന്നെ പറയുന്നത് ഇസ്രാ മിറാജിനെ കുറിച്ചുള്ള ഒരു അല്പം ബൈത്തുകളാണ്. വ ഖബല ഹിജ്റത്തിൻ നബിയിൽ മുസ്തഫ എന്നാണ് നമ്മുടെ പുസ്തകത്തിലുള്ളത്. നമ്മൾ അന്ന് ക്ലാസ്സത്തെ പറഞ്ഞിരുന്ന അവിടെ ഇസ്ര എന്നും മറ്റൊരു ലിപിയിലുണ്ട് എന്ന്.
ഏതായാലും ഖബ്ല ഹിജ്റത്തിൻ നബിയിൽ മുസ്തഫ മിൻ മക്കത്തിൻ ലൈലൻ ലിഖുദ്സിൻ യൂദറ വബഅദ ഇസ്റാഇൻ ഉറൂജുൽ ലിസ്സമാ ഹത്താ റഅൻ നബിയ റബ്ബൻ കല്ലമ. ഓക്കെ, അപ്പോൾ ഖബ്ല ഹിജ്റത്തിൻ നബിയിൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് മുമ്പാണ് ഉണ്ടായത്. എന്ത്? ഇസ്രാ ഉണ്ടായത് എന്ന അർത്ഥത്തിനിക്കാണ്. മിൻ മക്കത്തിൽ ലൈലൻ, മക്കയിൽ നിന്ന് ലൈലൻ രാത്രി, ഖുദ്സിൻ ഖുദ്സിലേക്ക്, യുദ്റ. ഓക്കെ, അപ്പോൾ മുക്കല്ലഫായ ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കണം എന്ത്? അള്ളാഹു താല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്രാ മിറാജ് കൊണ്ട് അള്ളാഹു താല എന്ത് ചെയ്തു? അള്ളാഹു മഹത്വവൽക്കരിപ്പിച്ചു. ഇസ്രാ എവിടെ നിന്ന് എവിടേക്ക്? മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ഇസ്രാവും, അവിടെ നിന്ന് പിന്നെ ഏഴാൻ ആകാശത്തിൻ്റെ അപ്പുറത്തേക്ക് മിറാജും. ഓക്കെ, സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമിൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിന ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ എന്ന പരിശുദ്ധ ഖുർആനിലെ തെളിവ്. അതിന് ശേഷം എന്തുണ്ടായി? മിറാജും ഉണ്ടായി എന്നാണ് പറഞ്ഞത്. യുദ്റാറിന് അറിയപ്പെട്ടിരിക്കുന്നു എന്ന അർത്ഥത്തിലേക്ക്. പിന്നെ അടുത്തവരെന്താണ്? വബഅദ ഇസ്റാഇൻ ഉറൂജുൽ ലിസ്സമാ ഹത്താ റഅൻ നബിയ്യു റബ്ബൻ, നബിയ്യ അല്ല, നബിയ്യു റബ്ബൻ കല്ലമ. ഓക്കെ, ഇവിടെ എന്താ? ഇസ്രായിന് ശേഷമാണ് ഉറൂജുൽ ലിസ്സമാ, ആകാശത്തിലേക്കുള്ള കയറിപ്പോക്കുണ്ടായത് എന്നർത്ഥം. അങ്ങനെ ഹത്താ റഅൻ നബിയ്യു, നബി കണ്ടു ആരാ? റബ്ബൻ, നബി റബ്ബിനെ കണ്ടു, കല്ലമ എന്നിട്ട് സംസാരിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. ഒരു മുക്കല്ലഫായ ഒരു മനുഷ്യൻ, നമ്മൾ കടങ്ങുന്ന എല്ലാവരും എന്നർത്ഥം, അവരൊക്കെ അറിഞ്ഞിരിക്കണമെന്ന് അള്ളാഹു താല നബിയെ ഇസ്രാ കൊണ്ടും മിറാജ് കൊണ്ടും മഹത്വവൽക്കരിച്ചു. ഇസ്രാ എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള രാപ്രയാണം. ഓക്കെ, പിന്നെ മസ്ജിദുൽ അഖ്സയിൽ നിന്നും ഏഴാൻ ആകാശത്തേക്കുള്ള ആ യാത്രയാണെന്ത്? മിറാജ് കൊണ്ടുദ്ദേശിക്കുന്നത്. മിറാജ് കൊണ്ടുദ്ദേശിക്കുന്നത് ഇവിടെ എന്ത്? മസ്ജിദുൽ അഖ്സയിൽ നിന്നും ഏഴാൻ ആകാശത്തേക്കുള്ള ആ യാത്രയാണ് മിറാജ് എന്ന് കൊണ്ടുദ്ദേശിക്കുന്നത്. ഓക്കെ, ബാദാൻ ജിബ്രീൽ അലൈഹിസ്സലാം എന്ത് ചെയ്തു? സമ്മതം കൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെ? മസ്ജിദുൽ അഖ്സയിൽ വെച്ച് എല്ലാ നബിമാർക്കും ഇമാമായിട്ട്, എല്ലാ നബിമാർക്കും മുർസലീങ്ങൾക്കും ഇമാമായിട്ട് മസ്ജിദുൽ അഖ്സയിൽ വെച്ച് നിസ്കരിച്ചു. എവിടെ? ബൈത്തുൽ മഖ്ദിസിൽ വെച്ച്. അങ്ങനെ ആ ദിവസങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. വക്കാനത്ത് ഫീ ലൈലത്തി ഇസ്നൈനി സാബിഅ അൽ ഇശ്രീൻ മിൻ ഷഹ്ർ റജബ്, റജബ് 27 ഖബല ഹിജ്റത്തി ബിസന, ഹിജ്റക്ക് ഒരു വർഷം മുമ്പ്. അൽ മഷ്ഹൂർ വൽ ഉറൂജ് സുഊദുഹു ഇല ഉറൂജ്. ഉറൂജ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആകാശങ്ങളിലേക്കുള്ള കയറിപ്പോക്കിനാണ് ഉറൂജ്. ഉറൂജ് ഹത്താ ജാവസഹ നിയതഹ ലൽ അർശി ഫറഅ ഫിസ് സമാഇൽ. ഒന്നാം ആകാശത്ത് ആദം അലൈഹിസ്സലാം, രണ്ടാം ആകാശത്ത് ഈസാ അലൈഹിസ്സലാമും യഹ്യ നബിയും, അതുപോലെ തന്നെ മൂന്നാം ആകാശത്ത് യൂസുഫ് അലൈഹിസ്സലാമും, നാലാം ആകാശത്ത് ഇദ്രീസ് അലൈഹിസ്സലാമും, അഞ്ചാം ആകാശത്ത് ഹാറൂൻ അലൈഹിസ്സലാമും, ആറാം ആകാശത്ത് മൂസാ നബിയും, അങ്ങനെ ഏഴാം ആകാശത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമും എന്ന് പറഞ്ഞത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഏഴാം ആകാശത്തിന് ശേഷം ആയില മക്കാനിൻ തഹ്തൽ അർഷ്, അർഷിൻ്റെ താഴെയുള്ള ഏറ്റവും ഉന്നതമായ സ്ഥലത്തെത്തി. അങ്ങനെ അള്ളാഹു താല തൻ്റെ കശഫല്ലാഹു അൻ നബിയ്യൽ ഹിജാബ്, നബിയെ നേരിട്ട് സംസാരിച്ചു എന്നർത്ഥം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനെ കണ്ടു. ഇങ്ങനെ പറഞ്ഞത് എങ്ങനെയാണ്? മിൻ ഗൈരി കൈഫിൻ വൻഹിസാരിൻ വഫ്തറ. അല്ലേ, അതന്നെ ആ കണ്ടത് കല്ലമ സംസാരിച്ചെങ്ങനെ? മിൻ ഗൈരി കൈഫിൻ, എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നർത്ഥം. ബിലാ കൈഫിൻ, ഒരു രൂപവുമില്ല. വലാ ഇൻഹിസാരിൻ, അത് ക്ലിപ്തപ്പെടുത്താനും പറ്റുകയില്ല. ബിലാ തശ്ബീഹിൻ വലാ തസ്വീരിൻ, അതിനൊരു ഫോട്ടോഗ്രാഫി ആയിട്ട് എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ മറ്റൊന്നിനോട് സാദൃശ്യമാക്കാനും പറ്റില്ല എന്നർത്ഥം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ സംസാരങ്ങൾ കേട്ടു. ആ സംസാരങ്ങൾക്ക് ഹർഫുകളോ സൗത്തുകളോ ഇല്ലായിരുന്നു, അത് മറ്റു രൂപത്തിലായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ പരിശുദ്ധ ഖുർആനിൽ ഇസ്രാ മിറാജിലും അള്ളാഹുവിനെ കണ്ടതിനൊക്കെ തെളിവുകളുണ്ട് എന്നാണ് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ജാ സുബൂത്തുൽ മിറാജ് ബി ഖൗലി തആല വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സ്വഹിബകും വമാ ഗവ എന്ന് തുടങ്ങിയിട്ട് വലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര എന്ന ആയത്തുകളൊക്കെ മിറാജിന് തെളിവാണ്. وما جعلنا الرؤيا التي أريناك إلا فتنة وقول الناظم കല്ലമ എന്ന് പറയുന്നത് ബിഫത്ഹിൽ കാഫി വല്ലാമിൽ മുഷദ്ദദ. ഓക്കെ, ബിലഫ്ദിൽ മാലിയാണ്, അന്നഹു അല്ലഫഹു ലിൽ ഇത്ലാഖ്. ഓക്കെ, പിന്നെ മിൻ ഗൈരി കൈഫിൻ വൻ ഹിസാരിൻ എന്നുള്ളത് എന്താണ്? അള്ളാഹു ലൈലത്തുൽ ഇസ്രാവും എന്താണ്? മിറാജൊക്കെ, മിറാജിൽ അള്ളാഹുവിനെ കണ്ടതും അള്ളാഹുവിനോട് സംസാരിച്ചതൊക്കെ എന്താണ്?
അതിനെ നമുക്കൊരു വസ്തുവിനോട് സാദൃശ്യമാക്കിയിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റൂല. അതുപോലെ തന്നെ അതിനൊരു ഫോട്ടോ രൂപത്തിൽ വരയ്ക്കാനും കഴിയില്ല. അതിനെന്താക്കാൻ പറ്റില്ല, അള്ളാഹു സംസാരിച്ച ആ സംസാരത്തെ ഹർഫുകൾ, കലാമുകൾ, അങ്ങനത്തെ ഇന്ന ഭാഗം ഇന്ന സ്ഥലം എന്നൊന്നും പറയാൻ പറ്റൂല. വൽ മക്കാനുൽ മൻസൂബ് കലാം ഏതായാലും അങ്ങനത്തെ രൂപത്തിലാണ് അള്ളാഹു താലയോട് സംസാരിച്ചത് എന്നർത്ഥം. മിനോയിരി കൈഫിൻ, ആ രൂപമില്ല, വൻ ഹിസാരിൻ, അതിനൊരു ക്ലിപ്തപ്പെടുത്താനും പറ്റുകയില്ലാത്ത കോലത്തിലാണ്. അങ്ങനെ വഫ്തർ അലൈഹി, ആ നബിയുടെ മേൽ നിർബന്ധമാക്കി ഹംസൻ, 5 വക്ത നിസ്കാരങ്ങൾ, ബാദ ഹംസീന, ആദ്യം എത്രയായിരുന്നു, 50-ന് ശേഷം 5 ഫറള നിർബന്ധമാക്കി എന്നർത്ഥം. അള്ളാഹു താല ഇഫ്തർ അല നബിഹി വാല ഉമ്മത്തി ഹംസ, ആദ്യം എന്തായിരുന്നു, 50 വക്ത നിസ്കാരം നിർബന്ധമാക്കിയിരുന്നു. പിന്നെന്ത് ചെയ്തു, അള്ളാഹുവിനോട് തഖ്ഫീഫിന് ചുരുക്കാൻ പറഞ്ഞു. അങ്ങനെ അവസാനം 5 വക്ത നിസ്കാരമായി മാറി. പിന്നെ പറയുന്നത് എന്താണ്, എന്നാ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുത്ത നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിന് എത്തിച്ചു കൊടുത്തെന്നാണ്. ഇസ്രായിൻ്റെയും മിറാജിൻ്റെയും കാര്യങ്ങളും 5 വക്ത നിസ്കാരങ്ങളൊക്കെ എന്താ ഉമ്മത്തിന് എത്തിച്ചു കൊടുക്കണം. വറജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ മക്കാനിൽ ലദീ കാന ഖായിമൻ ഫീ വലം യർബുദ് മക്കാന മിൻ ഹദീൻ ഇസ്തിവകാന ബിലം തിറ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇംതിറ എന്ന് പറഞ്ഞാൽ ബിലാ ശക്കിൻ വലാ റൈബിൻ, ഒരു സംശയമില്ലാതെ എന്നർത്ഥം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രായിലൂടെ എത്തിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഫർളി ഹംസത്തിൻ, 5 വക്ത നിസ്കാരങ്ങളെ കുറിച്ച് എത്തിച്ചു കൊടുത്തു. ബിലം തിറായിൻ, അതൊരു സംശയവുമില്ല. അപ്പോൾ അള്ളാഹു നിസ്കരിക്കാൻ ജനങ്ങൾക്ക് ഏൽപ്പിച്ചപ്പോൾ അത് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തു എന്ന അർത്ഥത്തിലേക്ക്. പിന്നെ ഇസ്രായിൻ്റെ ശേഷം വരുന്ന ഓരോ സംഭവങ്ങളാണ്. ഖദ് ഫാസ സിദ്ദീഖും ബിതസ്ദീഖിൻ ലഹു വബിൽ ഉറൂജി സിദ്ഖു വഫ അഹ്ലഹു എന്നാ പറഞ്ഞത്. ഖദ് ഫാസ സിദ്ദീഖുൻ ബിതസ്ദീഖിൻ ലഹു, സിദ്ദീഖ് അല്ലാഹുവിനെ വിജയിച്ചിരിക്കുന്നു, ബിതസ്ദീഖിൻ ലഹു, ആ നബിയെ വാസ്തവമാക്കൽ കൊണ്ട്, വബിൽ ഉറൂജ്, ഏതവസ്ഥയിൽ, ആ മിറാജായ അവസ്ഥയിൽ, അസ്സിദ്ഖു, സത്യമാകുന്നത്, വാഫ, അത് പരിപൂർണമായി വന്നിരിക്കുന്നു, യോജിച്ചു വന്നിരിക്കുന്നു, അഹ്ലോ, അതിൻ്റെ ആളുകൾക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ വരിയിൽ എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ കഴിഞ്ഞ് മിറാജ് കഴിഞ്ഞ് നിസ്കാരങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ ഒരുപാട് ആളുകൾ നിഷേധിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു എന്ത് ചെയ്തു, ആദ്യം വിശ്വസിച്ചു. അവ്വലു മൻ സദ്ദഖൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഇസ്രാ വൽ മിറാജ്, ഇസ്രാ മിറാജിൻ്റെ കാര്യത്തിലും മറ്റുള്ള കാര്യങ്ങളെ പോലെ തന്നെ നബി ആദ്യം വിശ്വസിച്ചത് ആരാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ടാണ് സിദ്ദീഖ്, സദ്ദഖ യുസദ്ദിഖു, സിദ്ദീഖ് എന്ന് പേര് വെച്ചത് എന്നർത്ഥം. പിന്നെന്താണ്, അബിൽ റൂജി ഫാസ എന്നില്ല, അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിജയിച്ചിരിക്കുന്നു. ഫാസന അള്ളാഫിറ ബിൽ ഈമാനിൽ കാമിൽ, അത്തസ്ദീഖ് ലഹു ബിത്തസ്ദീഖ്, നബിയെ വിശ്വസിക്കൽ കൊണ്ട്, പരിപൂർണമായ ഈമാൻ കൊണ്ട്. ലവസൻ, അതുകൊണ്ടാണ് എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് അള്ളാഹുവിനായിട്ട് പറഞ്ഞത്, ലൗവസിന മീസ ഈമാനു അബീ ബക്കറിൻ ബി ഈമാനി ഹാദിഹിൽ ഉമ്മ, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഈമാനും ഈ സമുദായത്തിൻ്റെ മുഴുവൻ ആളുകളുടെ ഈമാനും വെച്ച് പരിശോധിക്കുകയാണ്, ലറജഹ ഈമാനുഹു അലാ ഈമാനിഹിം, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഈമാൻ ഇവരുടെ ഈമാനിനേക്കാളും മികക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹുവിനെ പറ്റി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നബിക്ക് ശേഷം നമ്മുടെ ഉമ്മത്തിലെ ഏറ്റവും വലിയ മഹാൻ ആരാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. പിന്നെ അമ്പിയാക്കൾക്ക് ശേഷം ആരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം നമ്മുടെ ഉമ്മത്തിൽ ആരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് എന്നാണ് അർത്ഥം. പിന്നെ വാഫ അഹ്ലഹു എന്നുള്ള പറഞ്ഞതിൽ നമ്മൾ ഇതിൽ പറയുന്നത് എന്ത്, സിദ്ദീഖാണ് സത്യമാക്കൽ, വാഫഖ സാദിഖ് ലിമുതാബഖത്തിൽ വാഖി, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് യോജിച്ചു എന്ന അർത്ഥത്തിൽ. അപ്പോൾ സാദിഖ് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സാദിഖ് ആരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കെ, സിദ്ദീഖ് നബി അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഇവിടുത്തെ സിദ്ദീഖ് എന്താണ്, സത്യമായ കാര്യം, മിറാജും ഇസ്രാവും ഒക്കെയാണ്. സിദ്ദീഖിൻ്റെ അർത്ഥം എന്താണോ, അൽ മുസദ്ദിഖ്, വിശ്വസിച്ച ആൾ എന്നർത്ഥം. പിന്നെ അടുത്ത്, അപ്പോൾ ഏകദേശം നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞില്ലേ. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, നബിമാർക്കുണ്ടാകേണ്ട സിഫത്തുകൾ, നമ്മുടെ നബിയുടെ പിതാക്കന്മാർ, നബിയുടെ ഭാര്യമാർ, നബിയുടെ മക്കൾ, ഇതൊക്കെയാണ് എന്ത് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. ഇതിന് പുറമെ ഒരുപാട് വിഷയങ്ങളുണ്ട്, ഇതിന് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഏതായാലും ഇങ്ങനത്തെ ഒരു മൊത്തത്തിലുള്ളൊരു വിഷയങ്ങളും അറിഞ്ഞിരിക്കണം എന്നാണ് പറഞ്ഞത്. ഇനി പറയുകയാണ്, വഹാദിഹി അഖീദത്തും മുഖ്തസിറ വലിൽ അവാമി സഹിലത്തും മുയസ്സിറ എന്ന് പറഞ്ഞത്. ഇവിടെ പറഞ്ഞ എന്ത് കാര്യങ്ങൾ അല്ലേ, വഹാദിഹി, ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അഖീദത്തുൻ, അത് അഖീദകളാണ് എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായ കാര്യങ്ങൾ, മുഖ്തസർ, വളരെ ഷോർട്ടായിട്ട് കൊടുത്തതാണ്.
എന്നാൽ വലിൽ അവാമി പൊതുജനങ്ങൾക്ക് എന്താണ് സഹ്ലത്തും മുയസ്സിർ, ഇത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഇഖ്തസറ മുഖ്തസറ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, തഖ്ലീലുൽ അൽഫാദി തക്സീറുൽ മആനി എന്നർത്ഥം. ലഫ്ദുകൾ കുറച്ച് ആശയങ്ങൾ ഒരുപാട് എന്നർത്ഥം. ഓക്കെ. അവാം ഉദ്ദേശിക്കുന്നത് ആമീ എന്നർത്ഥം, പൊതുജനങ്ങൾ. അവാമുൽ മുക്കല്ലഫീൻ, മുക്കല്ലഫീങ്ങളിലുള്ള പൊതുജനങ്ങളായത് നമ്മളെ കടങ്ങുന്ന ആളുകൾ എന്നർത്ഥം. ഓക്കെ. സഹിലത്തുൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായത്, വളരെ മുയസ്സിറ എന്ന് പറഞ്ഞാൽ സഹിലത്തുൻ തഹ്സീലുൽ മആനി വ ഫഹ്മി, അതിനെ മനസ്സിലാക്കാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനൊക്കെ വളരെ സഹിലാണ്. അതുപോലെ തന്നെ മുയസ്സിറത്തുൻ വളരെ സിമ്പിളുമാണ്. അപ്പോൾ ലിനുത്തഖിൽ അൽഫാദി വ ഹിഫ്ളിഹ, ഈ വരികളൊക്കെ ഇവിടെ പറഞ്ഞ വരികളൊക്കെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ മനഃപ്പാടമാക്കാനും ലഫ്ദുകൾ ഉച്ചരിക്കാനും എന്താണ് വളരെ സിമ്പിളായിട്ടുള്ള വരികളാണ് ഇവിടെ കൊടുത്തത് എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ അതിനെപ്പറ്റി ഒരുപാട് വരികൾ ഉണ്ടല്ലേ. ഏതായാലും സമ്മൈതുഹ ഖീദത്തൽ ആവാമി, പിന്നെന്താ മിൻ വാജിബിൻ ഫിദ്ദീനി ബിത്തമാമി എന്നാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ മുമ്പായിട്ട് ചില വരികൾ ഇതിലുണ്ട് കേട്ടോ. ഇത് നമ്മളെ പുസ്തകത്തിലുള്ള വരികളുണ്ട്, അപ്പോൾ അതൊന്ന് നോക്കണം. അതിൻ്റെ മുമ്പായിട്ട് അൽഹംദുലില്ലാഹി അലത്തമാമി ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഏതായാലും നമ്മളെ പുസ്തകത്തിലേക്ക് നോക്കാം. ഏത് സമയത്തുഹ അഖീദത്തുൽ ഞാൻ ഇതിന് പേര് വെക്കുന്ന അഹ്മദുൽ മർസൂഖി എന്ന ഞാൻ ഇതിന് പേര് വെക്കുകയാണ്. എന്ത് അഖീദത്തുൽ അവാം എന്ന് പേര് വെക്കുകയാണ്. മിൻ വാജിബിൻ ഫിദ്ദീനി, ദീനിൽ നിർബന്ധമായിട്ടും അറിയേണ്ട, ബിത്തമാമി ദീനിൽ നിർബന്ധമായിട്ട് പരിപൂർണമായിട്ടും അറിയേണ്ട കാര്യങ്ങളായ അഖീദത്തുൽ അവാം എന്ന് ഞാൻ പേര് വെക്കുകയാണ്. ബിൽ ഹാറമിൽ മക്കി കാന ജമുഹ, മക്കയിൽ വെച്ചാണ് ഇതിനെ ഞാൻ ഒരുമിച്ച് കൂട്ടിയത്. ബിറുയത്തുൽ മുഖ്താർ ത്വാബ വലോഹ, ബിറുയത്തുൽ മുഖ്താർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ത്വാബ വലോഹ, ഇതിൻ്റെ ഈ വെക്കൽ അത് വളരെ നന്നായിരിക്കുന്നു. സല്ല അലൈഹി റബ്ബുന വ സല്ലമ വൽ ആലി വസ്സഹബി വമല്ലഹുൻ തമ, സല്ല അലൈഹി നബിയുടെ മേൽ സലാത്തുകൾ അധികരിപ്പിക്കട്ടെ, റബ്ബുന നമ്മുടെ റബ്ബ്, വസല്ലമ സലാമുകളും അധികരിപ്പിക്കട്ടെ ആരുടെ മേലിലും, വൽ ആലി വസ്സഹബി ആലിൻ്റെ മേലിലും, നബിയുടെ സ്വഹാബത്തിൻ്റെ മേലിലും, വമൻ ലഹുൻ തമ ആ നബിയെ പിൻപറ്റിയ ആളുകളുടെ മേലിലും. വഅസ്അലുൽ കരീമ ഇഖ്ലാസൽ അമൽ വനഫ്അ കുല്ലി മൻ ബിഹാ ഖാദ് ഇസ്തഗൽ, അള്ളാഹുവിനോട് കരീമായ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് ഇഖ്ലാസൽ അമൽ, ആത്മാർത്ഥതയെ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ വനഫ് അകുല്ലി മംബിഹ ഖാദിസ്തഖൽ, ഇതുകൊണ്ട് ശുഗലായ, ഇതിൻ്റെ ഏതെങ്കിലും മേഖലയിൽ ശുഗലായ, ഇത് വായിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുക അല്ലെങ്കിൽ പഠിക്കുക അല്ലെങ്കിൽ എഴുതുക, എങ്ങനെ ശുഗലായ ആളുകൾക്കും എന്താണ് ഇത് ഉപകാരപ്പെടണം എന്ന് ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. അമീനു യാ അള്ളാഹു യാ റഹ്മാനു, അമീൻ അള്ളാഹുവേ, അമീൻ എന്ന് പറഞ്ഞാൽ ഇസ്തജിബ്, നീ ഉത്തരം നൽകണേ എന്നർത്ഥം. അള്ളാഹുവേ റഹ്മാനായ റഹീമായ മുഹ്സിനുൻ മന്നാനുമായ അള്ളാഹുവേ എന്നർത്ഥം. മന്നാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണം ചെയ്യുന്ന. അൽഹംദുലില്ലാഹി അലത്തമാമി വശുക്രി ഫിൽ ബദ്ഇ വഫിൽ ഖിതാമി എന്ന് പറഞ്ഞത് അള്ളാഹുവിനിക്കാണ് സർവസ്തുതിയും, അലത്തമാം ഇത് പരിപൂർണമാക്കാൻ തൗഫീഖ് തന്ന എന്നർത്ഥത്തിനിക്ക്. അതുപോലെ തന്നെ വശുക്രു ഫിൽ ബദ്ഇ വഫിൽ ഖിതാമി, തുടക്കത്തിലും അവസാനത്തിലും ശുക്രുമുണ്ട് അള്ളാഹുവിനിക്ക്. വഅഫ്ളലു സ്വലാത്തി വസ്സലാമി, സലാത്തും സലാമും അലൻ നബി, നബിക്കാണ് അഷ്റഫുൽ അനാം, ലോകരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ. അതുപോലെ തന്നെ വൽ ആലി വസ്സഹബി, ആലിനും സഹബിനും, വകുല്ലി മുർഷിദി എല്ലാ നന്മയിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾക്കും എന്നർത്ഥം. വകുല്ലി മൻ ബി ഖൈരി ഹദിഹിൻ യഖ്തദി, ഖൈർ ഹദി എന്നാണ് പറഞ്ഞത്, ഏറ്റവും നല്ല ഖൈറായ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ നബിയെ പറ്റിയ എല്ലാവർക്കും എന്നർത്ഥം. പിന്നെ അറഹത്തുഹ വർസൻ ബി ഇത്മാമില്ലഹ, അതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. വർസ് എന്ന് പറഞ്ഞാൽ എണ്ണത്തിൻ്റെതാണ്. 1260 വരികളായിട്ട് ഞാൻ ഇതിനെ എന്ത് പറയണത് 1260 രചിച്ചത്. വർഷം പറയാം കേട്ടോ. 1260 ഞാനിതിനെ വർഷമാക്കി. അറഹ എന്ന് പറഞ്ഞാൽ താരീഖ് പറയുക എന്നർത്ഥം, അഥവാ ഡേറ്റ് പറയുക എന്നർത്ഥം. ഞാനിതിനിക്ക് ഡേറ്റ് നിശ്ചയിച്ചത്, ദിവസം നിശ്ചയിച്ചത് 1260 എന്നർത്ഥം. ഹിജ്റ 1260. പിന്നെ ബി ഇത്മാമില്ലാഹ, ഇത് പരിപൂർണമാക്കൽ കൊണ്ട് ഞാൻ ഡേറ്റായി നിശ്ചയിച്ചത്. അപ്പോൾ അന്നാണ് അവസാനിപ്പിച്ചതെന്നർത്ഥം. മൻ റാമഹ ബിൽ ഹിഫ്ലി, ഇതിനെ ഹിഫ്ൽ മനഃപ്പാടമാക്കാൻ ആരെങ്കിലും ലക്ഷ്യമാക്കിയാൽ നാല ഫദ്ലഹ, അതിൻ്റെ ഫദ്ല അവനിക്ക് ലഭിക്കുന്നതാണ്. അബിയാത്തുഹ ഫിന്നൽമി, ഈ അബിയാത്തുഹ വരികൾ, ഫിന്നൽമി കവിതാ രൂപത്തിലുള്ളതിൻ്റെ വരികൾ, ഹീനുൻ
എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 വരികൾ. 50 എന്നർത്ഥത്തിനിക്കാണ് ഹീന്. അദ്ദുഹ അതിൻ്റെ എണ്ണം 50 എന്നർത്ഥം. ഖത്വാബനുത്തഖൻ അത് പറച്ചിലാൽ വളരെ നന്നായിരിക്കുന്നു. വസ്തിമാഅൻ സർദുഹ അത് കേൾക്കലിനാലും സർദുഹ അതിൻ്റെ വിവരണവും. പിന്നെ നാദിമുഹാദ അഹ്മദുൽ മർസൂഖി മയ്യന്തമി പിന്നെ നാദിമുഹാദ അഹ്മദുൽ മർസൂഖി മൗസൂഖിലട്ട മർസൂഖി മയ്യന്തമി ലി സ്വാദിഖിൽ മസ്ദൂഖി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേരുന്ന സ്വാദിഖുൽ മസ്ദൂഖാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അഹ്മദുൽ മർസൂഖിയാണ് ഇതിനെ രചിച്ചത്. അമാലഹുല്ലാഹു ബിൽ തുഫിൽ ഖഫി അള്ളാഹുവിൻ്റെ ആ രഹസ്യമായ അള്ളാഹുവിൻ്റെ ലുത്തുഫ് കൊണ്ട് അള്ളാഹു പെരുമാറട്ടെ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരുപാട് നന്മകൾ വർഷിപ്പിക്കട്ടെ. വഹഫഹു ബി ഖൈരി സിദ്ദിഹിൽ വഫി അള്ളാഹുവിൻ്റെ പരിപൂർണമായ നന്മകൾ കൊണ്ട് രഹസ്യങ്ങളായ നന്മകൾ രഹസ്യത്തിൻ്റെ നന്മകൾ കൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ മൂടട്ടെ, അദ്ദേഹത്തെ ആവരണം ചെയ്യട്ടെ എന്നൊക്കെയാണ് നമ്മുടെ വരികളിലുള്ളത്. പിന്നെ ഇതിലേക്ക് നോക്കുമ്പോൾ ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് നോക്കുക. നാലിമുഹ തിൽക അഹ്മദുൽ മർസൂഖ് മയ്യന്തമിൽ സാദിഖുൽ മസ്ദൂഖി ഏകദേശം അതുപോലെ തന്നെ നാലിമായ ആരെ അബിയാചാദിൽ മൻലൂമ വക്കാന സബുദ് അലിഖാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നം കണ്ടു. ആഖിറത്തിൽ യൗമത്തുൽ ജുമാ മിൻ അവലി ജുമാത്തിൻ ഫീ ശഹ്രി റജബ സാദിസ് യൗമിൻ മിൻഹു ഹിസാബൻ അതെല്ലാ വർഷമൊക്കെ നമ്മൾ മുമ്പ് വിശദീകരിച്ചല്ലോ പാടെടുത്തപ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിശ്വാസത്തിൻ്റെ വരികളൊക്കെ പാടാൻ പറയുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുകയും അങ്ങനെ ആരെ ഇദ്ദേഹം പാടി അങ്ങനെ അബുദേ ഒ ബിസ്മില്ലാഹി റഹ്മാനി അങ്ങനെ ഉറക്കത്തിൽ നിന്നും മറന്നപ്പോൾ ആ ഉറക്കത്തിൽ കണ്ടതൊക്കെ ഒന്ന് രേഖപ്പെടുത്തി വെച്ചു. അങ്ങനെയാണ് ഈ വൈത്തുകൾ വരുന്നത്. പിന്നെ കുല്ലുമാ താബിഹി റസൂൽ വാഖു തസ്ലീമുൽ ഖബൂൽ എന്ന വരി എത്തിയപ്പോൾ വക്കാനി ജാബത്തുൽ സ്വാലിം വാഫുസ്ലാം ആ വരികളെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംഗീകാരം കൊടുത്തു. അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് അഹ്മദ് അല്ലേ, കുഞ്ഞത്തലം എന്താണ് അബുൽ ഫൗസ്. മർസൂഖ് എന്നുള്ളത് ലഖബലമാണ്. നിസ്ബത്തുനിൽ ആരിഫ് ബില്ലാ സയ്യിദ് മർസൂഖുൽ കഫ അല്ലദി അങ്ങനെ ഹസൻ റളിയല്ലാഹുവിൻ്റെ പരമ്പരയിൽ വന്ന എന്നൊക്കെ അർത്ഥം. ഉമ്മ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ പരമ്പരയിലും. ഓക്കെ. നാലീം സ്വാദിഖുൽ മസ്ദൂഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകളാണ്. അൽ സ്വാദിഖിൻ്റെ അർത്ഥം അൽ മുഖ്ബിർ ബി സിദ്ഖ്, അൽ മസ്ദൂഖ് അൽ മുഖ്ബിർ ബിഹി സത്യം കൊണ്ട് പറയുക, സത്യം കൊണ്ട് പറയപ്പെടുക അർത്ഥം. പിന്നെ അങ്ങനെ അവസാന ലൈലത്തുൽ ജുമാഅത്തില്ലത്തി ഹിയ ലൈലത്തുൽ താമിന ശിരീൻ 28 രാത്രി വെള്ളിയാഴ്ച രാവിലെ ഇത് തീർന്നു എന്ന അർത്ഥത്തിനേക്കാണ്. ഇതിൽ ഖദർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടു. രണ്ടാമത് സ്വപ്നം കാണുകയാണ്. എന്ത് ബൈന തദ്കീരി വ തർഹീം ഫിൽ മനാം വഖൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റ മാ ജമാഅത വഖറഅതുഹു മിൻ അവലി ഇലാ ആഖിരിഹ ഫഅന വാഖിഫുൻ ബൈന യദി വസല്ലം നബിയുടെ സഹാബത്തൊക്കെ ഇരിക്കുമ്പോൾ ഞാനിത് ചൊല്ലിക്കൊടുത്തു എന്നൊക്കെ ആര്യൻ മർസൂഖി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ ബൈത്തിനും അവർ ആമീൻ ആമീൻ എന്ന് പറയുന്നുണ്ട് എന്നർത്ഥം അവിടെ കൂടിയ ആളുകളൊക്കെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തു, ബർക്കത്തിനോട് ദുആ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അള്ളാഹുവിനോട് നസഅലുല്ലാഹ തആല ഹഖിഖലനാ വൽ മുഅ്മിനീന ഖൈറുൽ മഅമൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാഹ് കൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളും തീരണേ എന്ന് മുസല്ലി പറയുകയാണ്. അൽഹംദുലില്ലാഹി വസല്ലമ അലൻ നബിയ്യി ഖൈരി മൻ ഖദ അല്ലമ വൽ ആലി വസ്സഹബി വകുല്ലി മുർഷിദി വകുല്ലി മൻ ബി ഖൈരി ഹദീൻ യഖ്തദി അലൈഹി ഹുദൻ യഖ്തദി എന്നൊക്കെ അർത്ഥം. അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ പറഞ്ഞിട്ട് വസ്അലുൽ കരീമ ഇഖ്ലാസൽ അമൽ വനഫ്അ കുല്ലി മൻ ബിഹ ഖദ് ഇസ്തഗല്ല നഫ്അ കുല്ലി മൻ ഇസ്തഗല ബിഹാദിൽ മൻളൂമത്തി മിൻ ഹിഫ്ളിൻ വ തഹ്സീലി മഅന മനപ്പാടമാക്കൽ അതുപോലെ അർത്ഥം കണ്ടെത്തൽ അങ്ങനെ തുടങ്ങി എല്ലാവർക്കും എന്താകട്ടെ എന്താ പറഞ്ഞത് ഇഖ്ലാസുൽ അമൽ അതുപോലെ തന്നെ ഉപകാരവും ഉണ്ടാകട്ടെ എന്ന് പറയുക അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. പിന്നെ സമയത്തു ഹാഖദുല്ലാമാമിയും വാജിബിൻ ഫിദ്ദീൻ ബിത്തമാമി അതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ഏതായാലും ഇത്രയും വരികളൊക്കെ നിങ്ങളൊന്നും കൂടി ആവർത്തിച്ച് പഠിക്കുക, മനപ്പാടമാക്കാൻ കഴിയുന്നവർ അങ്ങനെ മനപ്പാടമാക്കുക. ഏതായാലും തെറ്റ് കൂടാതെ എല്ലാവർക്കും ചെല്ലാൻ കഴിയണം. ആദ്യത്തെ വൈത്ത് മുതൽ ഇവിടെ അബുദ ബിസ്മില്ലാഹി മുതൽ അവസാനത്തേത് ഹഫഹു ബി ഖൈരി സിദ്ദീൽ വഫി എന്ന് തെറ്റ് കൂടാതെ നിങ്ങളുടെ പുസ്തകത്തിലുള്ളതുപോലെ ഹർഫുകളൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ മാറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഴുവനായിട്ട് ചെല്ലാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നാം പഠിച്ചതൊക്കെ ഉപകാരത്തിലാക്കി തരുമാറാവട്ടെ. നമ്മുടെ ഹിഫ്ള് അള്ളാഹു തആല അധികരിപ്പിച്ച് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.